Hi, Dr. Manjula here. ഇന്ന് നമുക്ക് terminologies used in psychiatric nursing continue ചെയ്യാം. First, let us look at the terminologies related to speech disturbances. ആദ്യത്തേത് mutism. Mutism എന്ന് പറഞ്ഞാൽ complete absence of speech. ഒന്നുമില്ല, സംസാരം ഒന്നുമില്ല. Alogia. Alogia എന്ന് പറഞ്ഞാൽ മീനിങ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് വെച്ചാൽ സെൻസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതാണ് എലോഗിയ. ലോജിക്കലി ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. ക്ലാങ് അസോസിയേഷൻ. ക്ലാങ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ യു ആർ യൂസിങ് റൈമിങ് വേർഡ്സ് വിത്തൗട്ട് എനി ലോജിക്കൽ മീനിങ്. ഒരു കേൾക്കാനായിട്ട് ഒരേപോലെ സൗണ്ട് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു. റൈമിങ് വേർഡ്സ് ആയിരിക്കും അത്. റൈമിങ് വേർഡ്സ് വിത്തൗട്ട് എനി ലോജിക്കൽ മീനിങ്. നെക്സ്റ്റ് ഈസ് വേർഡ് സാലഡ്. വേർഡ് സാലഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രൂട്ട് സാലഡ് പോലെ വേർഡുകൾ ഇട്ടിട്ട് ജമ്പിൾ ചെയ്ത് കളിക്കുന്നതാണ്. ഇൻകോഹറൻ്റ് ആയിട്ടുള്ള സ്പീച്ച്. വെറുതെ വാക്കുകൾ ഇങ്ങനെ വെറുതെ പിക്ക് ചെയ്ത് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സെൻസ് ഇല്ലാത്ത കുറച്ച് വാക്കുകൾ ഇങ്ങനെ പിക്ക് ചെയ്ത് സംസാരിക്കുന്നതാണ് വേർഡ് സാലഡ്. ഡിസ്ആർത്രിയ. ഡിസ്ആർത്രിയ എന്ന് പറഞ്ഞാൽ poor articulation of the speech. Speech articulation because of some muscle issues. നമ്മളൊരു സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ആർ ഏബിൾ ടു മൂവ് പ്രോപ്പർലി അവർ മസിൽസ് ഓഫ് ദ ടങ്, ദ വോക്കൽ കോഡ്സ്, നമ്മുടെ ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ്, ഇതെല്ലാം കറക്റ്റായിട്ട് മൂവ് ആകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടുത്തെ മസിലുകൾ വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ഇല്ലാതെ പോകുന്നതാണ് ഡിസ്ആർത്രിയ. സോ പുവർ ആർട്ടിക്കുലേഷൻ ഓഫ് സ്പീച്ച് ഡ്യൂ ടു സം മസിൽ ഇഷ്യൂസ്. അടുത്തത് കൊപ്രോലാലിയ. കൊപ്രോലാലിയും വെർബിജറേഷനും ഞാൻ നേരത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇവിടെ സ്പീച്ച് ഡിസോർഡർ പറഞ്ഞപ്പോൾ ഒരു പൂർണ്ണത വരാൻ വേണ്ടിയിട്ട് അതൊന്നുകൂടെ പറയുന്നു എന്ന് മാത്രം. കൊപ്രോലാലിയ എന്ന് പറഞ്ഞാൽ വൾഗർ ലാംഗ്വേജ് ഇൻവോളണ്ടറി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ചുമ്മാ ഇങ്ങനെ അവർ പോലും അറിയാതെ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇമാജിൻ ദറ്റ് സിറ്റുവേഷൻ. അടുത്ത വെർബിജറേഷൻ. വെർബിജറേഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ഇല്ലാത്ത വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. മണി മണി മണി, അല്ലെങ്കിൽ പെൻ പെൻ പെൻ, ഇങ്ങനെ വെറുതെ വാക്കുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വെർബിജറേഷൻ. Now coming to the sleep disorders. Sleep disorders-ൽ ആദ്യത്തെ ഇൻസോംനിയ. ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നബിലിറ്റി ടു ഫോൾ അസ്ലീപ്പ് ഓർ സ്റ്റേ അസ്ലീപ്പ്. രണ്ടും ഉണ്ട് കേട്ടോ. ഉറക്കം വരാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉറങ്ങി ഇങ്ങനെ കിടക്കാൻ, ഒരു എന്താ പറയുക, റെസ്റ്റിംഗ് ഫേസിൽ ഇങ്ങനെ ഉറങ്ങാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. എന്താ പറയുക, യു വേക്കപ്പ് ഇൻ ദ മിഡിൽ ഓഫ് ദ സ്ലീപ്പ്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇൻസോംനിയ. ദെൻ ഹൈപ്പർസോംനിയ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉള്ള അസുഖം അല്ലേ, എക്സസീവ് സ്ലീപ്പിനെസ്. അടുത്ത പാരസോംനിയ. പാരസോംനിയ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ സ്ലീപ്പ് ബിഹേവിയേഴ്സ്. ഉറക്കത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന അബ്നോർമൽ ബിഹേവിയേഴ്സ് ആണ് പാരസോംനിയ. നെക്സ്റ്റ് ഇസ് നൈറ്റ് മെയർ. എന്താണ് നൈറ്റ് മെയർ? പേടിച്ചിട്ട് ചിലപ്പോൾ നമ്മളെല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യം നമ്മളിത് അനുഭവിച്ചിട്ടുണ്ടാവും. നൈറ്റ് മെയർ, ഫ്രൈറ്റനിങ് ഡ്രീം ദാറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് REM സ്ലീപ്പ്. ആൻഡ് ഇറ്റ് ഈസ് റിമെമ്പേർഡ്. എണീറ്റ് കഴിയുമ്പോൾ നമുക്കതിങ്ങനെ ഓർമ്മയിലുണ്ടാവും. ഓക്കെ, ഞാൻ എന്താണ് കണ്ടത് എന്നുള്ളത് നമുക്ക് ആ ഒരു വിവിഡ് മെമ്മറി ഉണ്ടാവും. നൈറ്റ് മെയർ. നൈറ്റ് ടെറർ ആണെങ്കിലും ഇൻറ്റൻസ് ഫിയർ ആണ്, ഭയങ്കര ഫിയർ. അത് സംഭവിക്കുന്നത് എപ്പോഴാണ്? REM സ്ലീപ്പിൻ്റെ ടൈമിലാണ് സംഭവിക്കുന്നത്. ആൻഡ് യു കനോട്ട് റിമെമ്പർ എനിത്തിങ്. പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി ഉണരും, വിയർത്ത് കുളിച്ച്, പാനിക് അറ്റാക്ക് പോലെ ഇങ്ങനെ ഹാർട്ട് റേറ്റ് ഒക്കെ കൂടി ഇങ്ങനെ വിയർത്ത് കുളിച്ച് എഴുന്നേൽക്കും. പക്ഷെ വി ഡോണ്ട് നോ വാട്ട് വി സോ. അതാണ് നൈറ്റ് ടെറർ. അടുത്തത് സോംനാംബുലിസം. ആംബുലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാത്രി ഉറക്കത്തിൽ ഇറങ്ങി നടക്കുന്നതാണ് സോംനാംബുലിസം. അടുത്തത് സ്ലീപ്പ് ടോക്കിംഗ്, ഓർ ആക്ച്വലി സോംനിലോക്കിസം എന്നാണ് ഇതിൻ്റെ ടേം കേട്ടോ. സോംനിലോക്കിസം ഏതാ? സോംനിലോക്വിസം. അപ്പോൾ ഉറക്കത്തിൽ കിടന്ന് സംസാരിക്കുന്നത് സോംനിലോക്വിസം. ബ്രക്സിസം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ കിടന്ന് പല്ല് കടിക്കുന്നത്. ഭയങ്കര നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റാം പല്ല് കടിക്കുന്നതിൻ്റെ. ബ്രക്സിസം എന്ന് പറയും. ഇതൊക്കെ ഇൻറ്റേർണൽ ടെൻഷൻസിനെയാണ് കാണിക്കുന്നത്.
Now coming to the sexual disorders related terminologies. One, exhibitionism. Exhibitionism എന്ന് പറഞ്ഞാൽ urge to expose genitals to strangers. അതിലൊരു gratification കാണുന്നതാണ് exhibitionism എന്ന് പറയുന്നത്. Then fetishism. Fetishism എന്ന് പറഞ്ഞാൽ you use non-living objects for sexual satisfaction. Then frotteurism means you are touching or rubbing non-consenting people, strangers. ഈ ബസ്സിലൊക്കെ കണ്ടിട്ടില്ലേ ഞരമ്പ് രോഗികൾ നമ്മൾ വിളിക്കുന്നത്, അതാണ് frotteurism. You touch and then get gratification. Pedophilia means having an attraction towards children, sexual attraction towards children. Sexual sadism. Sexual sadism means you get pleasure from inflicting pain. Inflicting pain or humiliation, mentally അല്ലെങ്കിൽ physically pain inflict ചെയ്തിട്ട് അതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നതാണ്. മാസോക്കിസം എന്ന് പറഞ്ഞാൽ ഇത് സാഡിസം, സെക്ഷൽ സാഡിസം, യു ആർ ഇൻഫ്ലിക്റ്റിംഗ് പെയിൻ ഓൺ അനദർ പേഴ്സൺ, ഓക്കെ, സംബഡി എൽസ്. മാസോക്കിസം എന്ന് പറഞ്ഞാൽ പ്ലഷർ ഫ്രം ബീങ് ഹ്യൂമിലിയേറ്റഡ് ഓർ ഹേർട്ട്, സ്വയം ഹേർട്ട് ആകുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷറാണ് മാസോക്കിസം. ദെൻ വോയൂറിസം മീൻസ് മറ്റാൾക്കാരെ ഇങ്ങനെ വാച്ചിങ് അതേഴ്സ് ഇൻ some private situation, others engaging in sexual act and getting gratification is called as voyeurism. ഒളിച്ച് നോക്കുന്നൊക്കെ ഉണ്ടല്ലോ, that is voyeurism. Next is phobia. Phobia എല്ലാം നന്നായി പഠിച്ചോളണം കേട്ടോ. കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പല തരത്തിലുള്ള ഫോബിയാസ്, വെറൈറ്റി ഫോബിയാസ് ചോദിച്ചിട്ടുണ്ട്. സോ എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഫോബിയാസിനെയൊക്കെ ഞാൻ ഈ സ്ലൈഡ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ട്രൈ ലേണിംഗ് ഓൾ ദിസ് ബൈ ഹാർട്ട്. അഗാരോഫോബിയ. അഗാരോഫോബിയ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്പേസ് അല്ലെങ്കിൽ ക്രൗഡൊക്കെ ഉള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ, മീൻസ് ക്രൗഡിലൊക്കെ, മാർക്കറ്റിലോ അതല്ലെങ്കിൽ ഒരു തിയേറ്ററിലോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് കടയിൽ പോകാനൊക്കെ ഉള്ളൊരു പേടി, ആൾക്കാർ കൂടുന്നിടത്ത് പേടി. സോ ദേ അവോയ്ഡ് ലീവിങ് ഹോം. അഗാരോഫോബിയ മീൻസ് ഫിയർ ഓഫ് ഓപ്പൺ പ്ലേസസ്. അക്രോഫോബിയ എന്ന് പറഞ്ഞാലോ ഹൈറ്റിന് പേടി. Fear of heights is called acrophobia. Then claustrophobia. Claustrophobia means closed spaces ne പേടി. ഈ MRI സ്കാനൊക്കെ കയറ്റുമ്പോൾ വരെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നിലവിളിച്ച് ചാടി വെളിയിൽ ഇറങ്ങി വരും. അതുപോലെ ലിഫ്റ്റിൽ കയറുമ്പോൾ ഒക്കെ ഈ ക്ലോസ്ട്രോഫോബിക്സ് വിൽ ഹാവ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അടുത്ത സോഷ്യൽ ഫോബിയ. സോഷ്യൽ ഫോബിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടും എന്നുള്ള ഭയം, അതാണ് സോഷ്യൽ ഫോബിയ. ദെൻ അരക്നോഫോബിയ. അരക്നോഫോബിയ എന്ന് പറഞ്ഞാൽ സ്പൈഡറിനെ പേടി. ദെൻ ഓഫിഡിനിയോഫോബിയ. ഓഫിഡിയോഫോബിയ എന്ന് പറഞ്ഞാൽ പാമ്പിനെ പേടി. ദെൻ ഇത് പേടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പേടിയുണ്ടല്ലേ, പക്ഷെ ഇതാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു റിയാക്ഷനാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അടുത്തത് ട്രിപ്പനോഫോബിയ. നീഡിൽസ് അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസിന് പേടി. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായിരുന്നില്ലേ, ഒരു ലേഡി നമ്മുടെ ബുർജ് ഖലീഫയുടെ മുകളിൽ കയറി നിന്നിട്ട് ബാനറൊക്കെ ഡിസ്പ്ലേ ആയിട്ട് ഒരു ഫ്ലൈറ്റൊക്കെ പോകുന്ന ഒരു പിക്ചർ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഭയങ്കര വൈറലായതാണ്. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഹൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ ഇമാജിൻ ചെയ്യാൻ പറ്റും ആ ഹൈറ്റിൽ. സോ ഷീ ഡിഡ്ന്റ് ഹാവ് ദറ്റ് ഫിയർ ഓഫ് ഹൈറ്റ്സ്. ഈ അക്രോഫോബിയ എന്നുള്ള കാറ്റഗറി അല്ല, പക്ഷെ അവർക്ക് നീഡിൽ കണ്ട പേടിയാണ്. കെൻ യു ബിലീവ് ദാറ്റ്? സോ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഫിയർ ഓഫ് ഹൈറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഫിയർ ഇല്ലാതിരിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. സോ ഷീ ഈസ് സ്കെയർഡ് ഓഫ് needles actually. So trypanophobia is fear of injections or needles. Hemophobia is fear of blood. Thanatophobia is fear of death or dying. ചില ആൾക്കാർ ഭയങ്കര പേടിയാണ്, ഞാൻ മരിച്ചോ എന്നുള്ള ഫീലിങ്സ് ആണ്. ഗ്ലോസോഫോബിയ is a fear of public speaking. ഇത് ഒത്തിരി ആൾക്കാർക്കുണ്ടാവും അല്ലേ, ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. സ്റ്റേജിൽ കയറ്റി നിർത്തി കഴിഞ്ഞാൽ കൈകാലൊക്കെ വിറച്ച് സ്വെറ്റ് ചെയ്ത് ഹാർട്ട് റേറ്റ് ഒക്കെ കൂടി താഴെ കൊളാപ്സ് ചെയ്യുക. സോ ഗ്ലോസോഫോബിയ ഇസ് ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. അടുത്ത നിക്ടോഫോബിയ, നൈറ്റിനെ പേടി, ഫിയർ ഓഫ് ഡാർക്ക്. സൈനോഫോബിയ ഇസ് ഫിയർ ഓഫ് ഡോഗ്. ആസ്ട്രോഫോബിയ ഇസ് ഫിയർ ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അടുത്ത മൈസോഫോബിയ is fear of germs or dirt. അതിനെ ജെർമോഫോബിയ എന്നും പറയുവേ. Then
Pteromerhanophobia is fear of flying in aeroplanes. Flight area karam pedi. Then dentophobia is fear of dentist. I think I have this because എനിക്ക് ഡെന്റിസ്റ്റിനെ ഭയങ്കര പേടി. അവരെന്താ പല്ല് നമ്മൾ വാ തുറന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട് എന്താണ് അകത്ത് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊരു പിടിയില്ല. So dentophobia is also a kind of phobia where you are scared of dentist and dental procedures. അടുത്ത എക്മോഫോബിയ മീൻസ് ഫിയർ ഓഫ് ഷാർപ്പ് ഓബ്ജക്ട്സ്, നൈഫ്, സിസേഴ്സ്, നീഡിൽസ്, ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ പേടി. നോസോഫോബിയ ഈസ് ഫിയർ ഓഫ് ഹാവിങ് ഡിസീസ്. സീനോഫോബിയ സ്ട്രേഞ്ചേഴ്സിനെ പേടി. ഹൈഡ്രോഫോബിയ വാട്ടറിനെ പേടി. റേബീസിൽ നമ്മൾ കാണാറില്ലേ അത്. സോ ദീസ് ആർ സം ഓഫ് ദ ടൈപ്സ് ഓഫ് ഫോബിയ. ദെൻ എമറ്റോഫോബിയ, എമിസിസിനെ മീൻസ് എമിസിസ് എന്ന് പറഞ്ഞാൽ വോമിറ്റിംഗ് അല്ലേ, ഫിയർ ഓഫ് വോമിറ്റിംഗ്. ഫോണോഫോബിയ ലൗഡ് സൗണ്ട്സിന് പേടി. ട്രിസ്കൈഡക്കോഫോബിയ ഈസ് ഫിയർ ഓഫ് നമ്പർ 13. ഇതൊരു ഗ്രീക്ക് വേർഡാണ്, പേര് കേട്ടിട്ടൊന്നും പേടിക്കണം. ട്രിസ് എന്ന് പറഞ്ഞാൽ 3 എന്നാണ് അർത്ഥം. കൈ എന്ന് പറഞ്ഞാൽ ആൻഡ്, ഡീക്ക എന്ന് പറഞ്ഞാൽ 10. സോ ട്രിസ് എന്ന് പറഞ്ഞാൽ 3, ഡീക്ക എന്ന് പറഞ്ഞാൽ 10, കൈഡ് എന്ന് പറഞ്ഞാൽ ആൻഡ്. സോ 3 and 10 is 13. Fear of the number 13 is tricheidecophobia. Tricheidecophobia. അടുത്ത ഹോഡോഫോബിയ. ഹോഡോഫോബിയ is fear of traveling. Then anthophobia is fear of flowers. Antho ഒക്കെ ഫ്ലവറിൻ്റെ ഗ്രീക്ക് വേർഡാണ് ആന്തോ. So these are the phobias that we come across in psychiatric cases. So that's it. Thank you very much.